CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽ കുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് ദൃക്സാക്ഷിയായ വട്ടത്തൊടി യൂസഫ് പറഞ്ഞു. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിലെ ഓഫീസ് കെട്ടിടം കുത്തി തുറന്ന് മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപ മോഷണം പോയി. ക്ഷേത്രത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയിട്ടുണ്ട്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ 75 വയസ്സുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്നും 3.5 കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തു. നവംബർ 11 ഈ നിർണായക ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. RSS പരിപാടിയിൽ പങ്കെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV ഷൺമുഖനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽ കുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് ദൃക്സാക്ഷിയായ വട്ടത്തൊടി യൂസഫ് പറഞ്ഞു. മുന്നിൽ പുലിയാണ് ചാടി, ഞങ്ങൾ ശക്തമായി തരുന്നുണ്ട്. അരിയക്കുണ്ട് വട്ടത്തൊടി യൂസഫാണ് പുലിയെ കണ്ടതായി പറയുന്നത്. തിങ്കളാഴ്ച രാത്രി 11 മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽ കുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് യൂസഫ് പറയുന്നു. അലനല്ലൂർ ഭാഗത്തു നിന്ന് അരിയക്കുണ്ടിലേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനിടെയാണ് കാട്ടുകുളം മില്ലുംപടി ജംഗ്ഷനിൽ നിന്നും റോഡ് മുറിച്ചു കടന്ന് പുലി കൊമ്പാക്കൽ കുന്ന് ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടത്. വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കൃത്യമായി കണ്ടെന്നും യൂസഫ് പറയുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന യുവാക്കളെ വിവരം അറിയിച്ചു. ഇവർ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCN ചെത്തല്ലൂർ. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു. മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. വിവിധ കലാപ്രകടനത്തോടെയാണ് കലോത്സവത്തിന് തുടക്കമായത്. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. വിവിധ വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഈ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുക. കേരളത്തിലുടനീളം 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവ വേദികളിൽ മാറ്റുരയ്ക്കുന്നത്. നേരത്തെ നസീമ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ എല്ലാം പ്രകടിപ്പിക്കുന്ന വേദികളായി 100 കണക്കിന് വേദികൾ മാറിയിരിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നതാണ് നമ്മുടെ സ്കൂൾ സംസ്ഥാന കലോത്സവം. അവിടെ എന്തൊരു മാത്രം ഒരു പ്രൗഢഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തുക. സാധാരണ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് തലത്തിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, കലയിൽ, അതുപോലെ തന്നെ കായിക മേഖലയിൽ, സാഹിത്യത്തിൽ, അതുപോലെ തന്നെ രചനയിൽ, വരയിൽ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട കുട്ടികളുടെ സർഗവാസനകളുടെ ഒരു സംഗ്രഹ കേന്ദ്രമായി
നമ്മുടെ ഈ മാരായമംഗലം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സബ് ജില്ലാടിസ്ഥാനത്തിലുള്ള ഈ കലോത്സവം ഇവിടെ വെച്ച് നടത്തപ്പെടണമെന്ന് തീരുമാനിച്ചത്. അത് വിജയകരമായി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംഘാടക സമിതിയും മറ്റു പ്രവർത്തനങ്ങളും ഇവിടെ വളരെ നല്ല നിലയിൽ തന്നെയാണ് നടക്കുന്നത്. മദ്ദള ചക്രവർത്തി ചെറുപ്പുളശ്ശേരി ശിവൻ മുഖ്യാതിഥിയായി. നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ, PTA പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ, രാജൻ പുതനായിൽ, അബ്ബാസ് കളത്തിൽ, പ്രിൻസിപ്പൽ ഇ കെ മുഹമ്മദ് റഫി, ഇ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. AEO സുവർണകുമാരി സ്വാഗതം പറഞ്ഞു. പ്രധാന അധ്യാപകൻ KC മുരളീധരൻ നന്ദിയും പറഞ്ഞു. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3472 കുരുന്നു പ്രതിഭകൾ മാറ്റുരയ്ക്കും. സ്കൂളിലും സമീപമുള്ള റംസ് ഓഡിറ്റോറിയത്തിലുമായി 8 പ്രധാന വേദികളും 14 ഉപവേദികളുമായി 22 വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കലോത്സവം 13-ന് സമാപിക്കും. CCN ചെറുപ്പുളശ്ശേരി. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ വല്ലപ്പുഴ ഹൈസ്കൂൾ ടീം 1ാം സ്ഥാനം നേടി. മികച്ച പ്രകടനത്തിലൂടെയാണ് വല്ലപ്പുഴ ടീം വിജയം ഉറപ്പിച്ചത്. 8 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഫലം വന്നപ്പോൾ ആനന്ദ കണ്ണീരിലായിരുന്നു കുട്ടികൾ. പങ്കെടുത്ത 8 ടീമുകളെയും അവരെ പരിശീലിപ്പിച്ച പരിശീലകരെയും ജഡ്ജസിന്റെ ഭാഗത്ത് നോക്കിയിട്ടും പ്രശംസിച്ചുകൊണ്ട് അത്യാവശ്യം നിലവാരം പുലർത്തിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത 8 ടീമുകൾക്കും സന്തോഷപൂർവ്വം A ഗ്രേഡ് നൽകിയ വിവരം ഇവിടെ അറിയിക്കുകയാണ്. ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള നമ്പർ 8 ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പന മത്സരത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാശിയേറിയ മത്സരമാണ് നടന്നത്. ഏകദേശം 8 ടീമുകളോളം പങ്കെടുത്ത് വാശിയേറിയ മത്സരത്തിൽ ഇവിടെ വെല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സര വിദ്യാർത്ഥികൾ ജേതാക്കളായിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ സന്തോഷം നമുക്കൊന്ന് അറിയാം. എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്? ഹാപ്പി അല്ലേ? എന്താ പേരെന്താണ്? ആഫിയ, റിൻഷ, ഫിദ, നെസ്ല, റഷറഫിക്, നൗറിൻ, സന, നെസ്ല, ഫിൽസ, ഫിദ. മികച്ച പ്രകടനമാണ് ഇവർ വേദിയിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഇവരെ പരിശീലിപ്പിച്ചവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ആരാണ് പരിശീലകരെന്ന് വരൂ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ പരിശീലകർ കട്ടക്ക് സപ്പോർട്ടായിട്ട് അവിടെ വേദിയിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എന്താണ് പേരെന്താണ്? ഹിബ. എങ്ങനെയാണ് ഇവരുടെ ഒരു പരിശീലനം? എങ്ങനെയാണ് ഞങ്ങൾ ഹയർ സെക്കൻഡറിക്കാരായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ വിടൊന്നുമില്ല. അപ്പൊ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് നല്ല രീതിക്ക് അവരെ പഠിപ്പിക്കും. പിന്നെ ഞങ്ങൾ മാത്രമല്ല, അവരുടെ ഒരു ബെസ്റ്റ് അവർ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ. പിന്നെ എന്താ സന്തോഷം. കട്ടക്ക് സപ്പോർട്ടായിട്ട് വേദിയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടതാണ്. എന്താണ് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ള ഒരു കാരണം? ഞങ്ങളും സ്കൂൾ തല കലോത്സവത്തിൽ ഞാനായിരുന്നു പാടിയിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കളിച്ച അതേ ഒരു സ്പിരിറ്റ് ഞങ്ങൾക്ക് ഇനി സബ് ജില്ലയിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരുടെ അത് ഞങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങൾ പരിശീലിച്ച ടീം ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നു. സന്തോഷം. കാരണം ഇത് അത്ര നിസ്സാരപ്പെട്ട ഒരു കളിയോ ഒന്നുമല്ല. കാരണം ഹയർ സെക്കൻഡറി ലെവലിൽ ഞങ്ങൾ കളിച്ച് ഞങ്ങളിന് ഭയങ്കരമായിട്ട് ക്ഷീണപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇവരുടെ ആ ഒരു ഇത് എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കേണ്ട വേണം വരുന്നേ. തീർച്ചയായിട്ടും. അതായത് ഇവർക്ക് പ്രത്യേക പരിശീലകരെ ഒന്നും തന്നെ ഇല്ല. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അവര് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് റെഫർ ചെയ്തിട്ടുള്ളത്. മികച്ച രീതിയിൽ അവര് കളിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ജില്ലാ തലത്തിലേക്ക് 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. അധ്യാപകരെ കൂടി ഒന്ന് പരിചയപ്പെടേണ്ടത്. അധ്യാപകർ ആരെങ്കിലും? നമ്മളപ്പോ വെല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും കൂടി ചേരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ജില്ലയിലേക്ക് 1ാം സ്ഥാനം നേടിക്കുക എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരുപാട്
പ്രാവശ്യത്തെ എല്ലാ വർഷവും ഞങ്ങൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് UP-യിൽ ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ്, ഹൈസ്കൂളിൽ ഞങ്ങൾക്ക് ഫസ്റ്റ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. UP-യിലും ഹൈസ്കൂളിലും ഒക്കെ അവർ ഒന്നാം സ്ഥാനം നേടിയിട്ട് മികച്ച പ്രകടനമാണ് ഇവിടെ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ക്യാമറമാൻ കിഷോറിനോടൊപ്പം നൌഷാദ് ആലിപ്പറമ്പ്, CCN ന്യൂസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കലാമത്സരങ്ങൾ തുടരുന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. AU സുമതി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ശനിയാഴ്ച രചനാ മത്സരത്തോടെയാണ് കലോത്സവം ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഔപചാരിക ഉദ്ഘാടനം നടന്നത്. അധ്യാപകരുടെ സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. AU സുമതി മേള ഉദ്ഘാടനം ചെയ്തു. 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ 200-ലധികം ഇനങ്ങളിൽ ഇതിൽ മറ്റുരയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട്. കുറ്റമറ്റ ഒരു പ്രവർത്തനമാക്കി മാറ്റിയെടുക്കാൻ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു. PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ഷാജിദ്, ശ്രീലത, മനോജ്, HM ഇക്ബാൽ, ഷാജി, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. വേദി 1-ൽ തായമ്പക, ചെണ്ടമേളം എന്നിവയോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. വേദി 2-ൽ ഗോത്രകലകൾ നടന്നു. CCN പട്ടാമ്പി. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിന് മികച്ച നേട്ടം. ആകെ 11 വിദ്യാർത്ഥികൾ പങ്കെടുത്തതിൽ 5 പേർ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഇതിൽ പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലുള്ള 12 വയസ്സുകാരി ഉമൈറയുടെ വിജയം മികവുറ്റതായി. പാലക്കാട് BM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേള നടന്നത്. കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ ആകെ 11 വിദ്യാർത്ഥികൾ പങ്കെടുത്തതിൽ 5 പേർ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഇതിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഉമൈറ കാർഡ് ആൻഡ് സ്ട്രോ ബോർഡ് വർക്ക്സ് എന്ന ഇനത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടി. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലുള്ള 12 വയസ്സുകാരിയാണ് ഉമൈറ. ഇവർക്ക് നമ്മൾ ജനറൽ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന് പരിമിതികളുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് പഠിക്കണത് അവർ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും പഠിച്ചെടുക്കുക. പിന്നെ അവർക്ക് കൊടുക്കണ രീതിയും വ്യത്യസ്തമായിരിക്കും. അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിൽ നമ്മൾ തൊട്ടും അതേപോലെ കൈ പിടിച്ച് ചെയ്യിച്ചുമൊക്കെ തന്നെയാണ് പരിശീലിപ്പിച്ചത്. പിന്നെ അവർക്ക് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അവർ നന്നായി ക്യാച്ച് ചെയ്യും. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർ ചെയ്തു തരും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇപ്പോൾ അമീറയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ഒരു ഐറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം വേണ്ടി വരുമല്ലോ. നമ്മൾ ദിവസം സത്യം പറഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ പഠിച്ചു തീരുന്നു വിചാരിച്ച് തുടങ്ങിയതല്ല. അവർക്ക് സമയം കൊടുത്തു തന്നെയാണ് പഠിപ്പിച്ചത്. അവരെങ്ങനെയാണോ പഠിച്ചെടുക്കണം, അവർക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ സമയം കണ്ടെത്തി അവരെ പഠിപ്പിക്കുക. ആ ഒരു മത്സരത്തിൽ സ്കൂളിൽ നിന്നുള്ള മറ്റു വിദ്യാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവച്ചു. 7ാം ക്ലാസ്സിലെ റസീന ഫാത്തിമ പുൽപ്പായ നിർമ്മാണത്തിൽ 2ാം സ്ഥാനം നേടി. 6ാം ക്ലാസ്സിലെ തെരേസ ബെന്നിക്ക് ചൂരൽ ഉൽപാദന നിർമ്മാണത്തിൽ 2ാം സ്ഥാനവും ആദിത് കൃഷ്ണ കയർ ഉൽപ്പന്ന വിഭാഗത്തിലും അഭിനവ് കുട നിർമ്മാണത്തിലും 3ാം സ്ഥാനങ്ങൾ നേടി. ഈ 11 കുട്ടികളാണ് നമ്മുടെ മേളയ്ക്ക് പങ്കെടുത്തവര്. 11 ഐറ്റം അവർ അവിടെ തന്നെ ചെയ്ത പ്രൊഡക്ട്സ് ആണ് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിലവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു. നല്ല വിജയം അവർക്ക് നേടാൻ പറ്റി. പിന്നെ ഈ 12 സ്പെഷ്യൽ സ്കൂളുകളിൽ നമുക്ക് 4ാം സ്ഥാനം കുട്ടികൾ നേടിത്തന്നു.
നല്ലൊരു വിജയമായിട്ട് തന്നെ നമ്മളതിനെ അംഗീകരിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള കുട്ടികളായതിനാൽ ക്രാഫ്റ്റ് പീരീഡുകൾക്ക് പുറമെ എല്ലാ ദിവസവും ക്ലാസ് സമയത്തിനു ശേഷവും രാവിലെയും ഉൾപ്പെടെ നിരന്തരമായ പരിശീലനം നടത്തിയാണ് കുട്ടികളെ സജ്ജമാക്കിയത്. ക്രാഫ്റ്റ് അധ്യാപികയായ സുഭലക്ഷ്മിയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ 12 സ്കൂളുകളാണുള്ളത്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വർഷം തോറും സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തപ്പെടാറുണ്ട് എല്ലാ വർഷവും. ഈ കഴിഞ്ഞ ശനിയാഴ്ച 8-ാം തീയതി സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേള നടക്കുകയുണ്ടായി. ഇത്തവണ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വെച്ച് തന്നെയാണ് നടന്നത്. VEM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പ്രവൃത്തി പരിചയമേള ഇപ്രാവശ്യം നടന്നത്. അപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ 11 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾക്ക് എല്ലാവർക്കും A ഗ്രേഡ് കിട്ടി. അപ്പോൾ ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ക്രാഫ്റ്റ് ടീച്ചറാണ് സുബ്ലക്ഷ്മി ടീച്ചർ. ടീച്ചറുടെ നേതൃത്വത്തിൽ പരിശീലനം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ടീച്ചർ കാരണം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ടീച്ചറാണ്. 1 വർഷം കഴിഞ്ഞ ദിവസം പൂർത്തിയായതേ ഉള്ളൂ. അപ്പോൾ വന്നത് മനസ്സിലാക്കിയതിനൊക്കെ ശേഷം തന്നെ ഈ വരുന്ന വർഷം ഇനി വരുന്ന വേളയിൽ ഏതൊക്കെ ഐറ്റത്തിന് ഏതൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ ടീച്ചർക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ടീച്ചർ പരിശീലനം വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മറ്റു ജീവനക്കാരുടെ പിന്തുണയോടുകൂടി ടീച്ചറുടെ നേതൃത്വത്തിൽ മറ്റ് ജീവനക്കാരുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു ചിട്ടയായ പരിശീലനമാണ് കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊരു നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഉമ്മയറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഉമ്മയറ ശിശു സംരക്ഷണ സമിതിയുടെ കീഴിൽ വളരുന്ന ഒരു കുട്ടിയാണ്. അവൾ പിന്നെ പാട്ടുപാടുന്നതിലും ഉപകരണം വായിക്കുന്നതിലും ഒക്കെ മിടുക്കിയാണ്. സംസ്ഥാന തലത്തിൽ പ്രവൃത്തി പരിചയമേളയിൽ ഈ വർഷം ഹെലൻ കെല്ലർ സ്കൂൾ 4-ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. ആകെ 12 പേർ പങ്കെടുക്കേണ്ടിയിരുന്ന മേളയിൽ ഒരു കുട്ടി അസുഖബാധിതനായി പിന്മാറിയതിനെ തുടർന്ന് 11 കുട്ടികളാണ് പങ്കെടുത്തത്. മത്സരങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ പലപ്പോഴും സ്കൂളിനെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് കുട്ടികൾക്ക് എത്തിച്ചു നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിലെ ഓഫീസ് കെട്ടിടം കുത്തിത്തുറന്ന് മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 15,000-ഓളം രൂപ മോഷണം പോയി. ക്ഷേത്രത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയിട്ടുണ്ട്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊപ്പം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണം ശേഖരിച്ചിരുന്നു. കുറിയുടെ പണം ഓഫീസിൽ ഉണ്ടാകുമെന്ന് കരുതിയാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം. 1 മാസം മുൻപ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. ഇന്നലെ വൈകിട്ടാണ് 7 മണിക്ക് കൗണ്ടർ അടച്ചു പോയതാണ്. 7 മണിക്ക്. അതിനുശേഷം ആണ് ഇത് സംഭവിച്ചത്. ഞങ്ങൾ കാലത്ത് 6 മണിക്കാണ് കൗണ്ടർ തുറക്കാൻ വരുന്നത്. ശശിയ കൗണ്ടർ ഇരിക്കുന്ന ആള് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഡോറൊക്കെ പൊളിച്ചിട്ടുള്ള ഇത് കാണുന്നത്. കൗണ്ടറിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഡോറ് നാസാക്കിയിട്ടുണ്ട്. പിന്നെ ഷോറൂമിന്റെ ഡോറൊക്കെ നാസാക്കിയിട്ടുണ്ട്. അത് കാലത്താണ് 6 മണിക്കാണ് കാണുന്നത് സംഭവം. എന്താ വീട്ടിൽ ഞങ്ങൾ കൗണ്ടർ അടച്ചു പോയതാണ്. ഇല്ല വേണ്ടാ തോന്നുന്നില്ല. കൗണ്ടറിലെ ക്യാഷൊക്കെ പോയിട്ടുള്ളൂ. എന്നാലും ഇപ്പൊ 7 എടുത്ത വണ്ടാറും അല്ല സൈജ് പൈസ ക്യാഷൊന്നുമില്ല. അങ്ങനത്തെ ക്യാഷില്ല. CCTV ആർഡൊക്കെ കൊണ്ടുവരുന്നു. അതൊന്നും കാണാൻ പറ്റുന്നില്ല. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പോലീസ് ഡോഗ് ക്ഷേത്രത്തിനു ചുറ്റും സഞ്ചരിച്ച് നെടുങ്ങോട്ടൂർ റോഡ് വരെ പോയി തിരിച്ചു വന്നു. CCN പട്ടാമ്പി. ചത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വായ ആഘോഷം ഭക്തി നിർഭരമായി നടന്നു. തുലാമാസം 12-ാം തീയതിക്ക് ശേഷം വരുന്ന 2ാമത്തെ ചൊവ്വാഴ്ചയാണ് കന്നികൊയ്ത്തിനു ശേഷം നടക്കുന്ന ഈ പ്രത്യേക ചടങ്ങ് ക്ഷേത്രത്തിൽ ആഘോഷിച്ചത്. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ നാരായണായ ചൊവ്വാഴ്ച നടന്ന ആഘോഷത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രമുറ്റം ഭക്തരെ കൊണ്ട് നിറഞ്ഞു. കറുത്തേടത്ത് ശങ്കരനാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ആലിപ്പറമ്പ്, തച്ചനാട്ടുകര, കുണ്ടൂർക്കുന്ന്, വെള്ളിനേഴി, അരക്കുപറമ്പ് തുടങ്ങിയ വിവിധ തട്ടകദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ചടങ്ങിനായി എത്തിയത്. നിവേദ്യ സമർപ്പണം വ്രതശുദ്ധിയോടുകൂടിയെത്തിയ സ്ത്രീകൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നാളികേരം, അരി, വിറക്, ശർക്കര തുടങ്ങിയ നിവേദ്യ വസ്തുക്കൾ ഉപയോഗിച്ച് ക്ഷേത്രമുറ്റത്ത് അടുപ്പുകൂട്ടി സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൽ പാലോട് റോഡിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു.
തമിഴ്നാട്ടിൽ നിന്ന് ചരക്കുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ വലതുഭാഗത്ത് നിന്നാണ് പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പിറകിൽ വന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഡ്രൈവർക്ക് വിവരം കൈമാറി. വിവരം അറിഞ്ഞയുടനെ ലോറി ഡ്രൈവർ വാഹനം റോഡിന് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. വാഹനം പെട്ടെന്ന് ഓഫാക്കിയതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനായി. CCN ചത്തല്ലൂർ. RSS പരിപാടിയിൽ പങ്കെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV ഷൺമുഖനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് കമ്മീഷണർ നടപടി സ്വീകരിച്ചത്. ഒക്ടോബർ 2 പാലക്കാട് കല്ലടിക്കോട് നടന്ന പഥസഞ്ചലനത്തിൽ RSS യൂണിഫോം ധരിച്ച് പങ്കെടുത്തതിനാണ് ഷൺമുഖനെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ പാലിക്കേണ്ട സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം സസ്പെൻഷൻ ഉത്തരവ് ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടില്ല. പാലക്കാട് മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ് KV ഷൺമുഖൻ. CCN മണ്ണാർക്കാട്. സ്വന്തം മണ്ണിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നില മെച്ചപ്പെടുത്തി പാലക്കാട് ജില്ല. ഇത്തവണ 1487 പോയിന്റോടെ 2ാം സ്ഥാനം നേടി. കഴിഞ്ഞ തവണ 1335 പോയിന്റോടെ 5ാം സ്ഥാനത്തായിരുന്നു. 17 ഒന്നാം സ്ഥാനവും 14 2ാം സ്ഥാനവും 12 3ാം സ്ഥാനവും പാലക്കാട് നേടി. A ഗ്രേഡ് വഴി 263 പോയിന്റുകളും B ഗ്രേഡിലൂടെ 10 പോയിന്റും C ഗ്രേഡിലൂടെ 3 പോയിന്റും നേടി. ഗണിതശാസ്ത്രമേളയിൽ സ്കൂളുകളിൽ വാണിയംകുളം TRKHSS 47 പോയിന്റോടെ ഓവറോളിൽ 3ാമതെത്തി. സാമൂഹിക ശാസ്ത്രമേളയിൽ പൊറ്റശ്ശേരി GHSഉം വർക്ക് എക്സ്പീരിയൻസിൽ ആലത്തൂർ BSS ഗുരുകുലം HSSഉം 6ാം സ്ഥാനം നേടി. കോവിഡിന് ശേഷം 2022 ശാസ്ത്രോത്സവം പുനരാരംഭിച്ചപ്പോൾ പാലക്കാടായിരുന്നു ചാമ്പ്യന്മാർ. എന്നാൽ 2023 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ 75 വയസ്സുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്ന് 3.5 കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തു. നവംബർ 11 ഈ നിർണായക ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. വയറ്റിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലെത്തിയ രോഗിക്ക് സ്കാനിങ്ങിലൂടെയാണ് വയറ്റിൽ 21 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വലിയ മുഴയുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. രോഗിക്ക് പ്രഷർ, പ്രമേഹം, ശ്വാസമുട്ടൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കാരണം ശസ്ത്രക്രിയയും അനസ്തേഷ്യ നൽകുന്നതും വലിയ വെല്ലുവിളിയായി. എന്നാൽ ഗൈനക്കോളജി വിഭാഗത്തിലെയും അനസ്തേഷ്യ വിഭാഗത്തിലെയും ഡോക്ടർമാരുടെ ഏകോപനത്തിലൂടെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി. ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെയും ടെക്നീഷ്യന്മാരുടെയും പിന്തുണയും നിർണായകമായി. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ റസീന, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ റൌഫ്, ഡോക്ടർ സലീന, ഡോക്ടർ രഞ്ജിത എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. നഴ്സിംഗ് ഓഫീസർമാരായ സൗമ്യ, ഉമ്മുൽ ഹൈറ, നാസിഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽ കുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് ദൃക്സാക്ഷിയായ വട്ടത്തൊടി യൂസഫ് പറഞ്ഞു. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിലെ ഓഫീസ് കെട്ടിടം കുത്തി തുറന്ന് മോഷണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 15,000-ഓളം രൂപ മോഷണം പോയി. ക്ഷേത്രത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയിട്ടുണ്ട്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ 75 വയസ്സുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്നും 3.5 കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തു. നവംബർ 11 ഈ നിർണായക ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. RSS പരിപാടിയിൽ പങ്കെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV ഷൺമുഖനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.